ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്ന എസ്റ്റിമേഷൻ അല്ലേ? പേജ് നമ്പർ 18 നിയറസ്റ്റ് 10ഉം നിയറസ്റ്റ് 100ഉം നമ്മൾ ചെയ്തു അല്ലേ? അതിന്റെ ഹോംവർക്കും ചെയ്തില്ലേ? ഇനി സെയിം മെത്തേഡ് തന്നെയാണ് നിയറസ്റ്റ് 1000 വരുമ്പോ. Example 23, round off each of the following numbers to the nearest 1000. നിയറസ്റ്റ് 1000 വരുന്ന സമയത്ത് നമ്മൾ റൗണ്ട് ചെയ്യുമ്പോ ഏത് നമ്പർ ആണെന്ന് നോക്കണ്ടേ? ഗ്രേറ്റസ്റ്റ് നമ്പറിലേക്കാണോ സ്മോളസ്റ്റ് നമ്പറിലേക്കാണോ റൗണ്ട് ചെയ്യേണ്ടതെന്ന് ഏത് പ്ലേസിലുള്ള ഡിജിറ്റ് വെച്ചിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യാം? നിയറസ്റ്റ് 1000 ആവുമ്പോ at the place of 100. 100ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് ഏതാന്ന് നോക്കുക. അതിനനുസരിച്ച് ഗ്രേറ്റർ നമ്പറിലേക്കാണോ സ്മോളർ നമ്പറിലേക്കാണോ റൗണ്ട് ഓഫ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാം. Here the first number is 2403. 2403നെ നിയറസ്റ്റ് 1000ലേക്ക് നമ്മൾ റൗണ്ട് ചെയ്യണം. ഏതൊക്കെയാ ആ നമ്പറിന് അടുത്ത് വരുന്ന 1000ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? 2000ഉം 3000ഉം. റൈറ്റ്? 2000ന്റെയും 3000ന്റെയും ഇടയിലായിട്ടാണ് 2403 വരുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഈ 2000ലേക്ക് റൗണ്ട് ചെയ്യണോ 3000ലേക്ക് റൗണ്ട് ചെയ്യണോ എന്ന് എങ്ങനെ ഡിസൈഡ് ചെയ്യും? കൺസിഡർ ദ ഡിജിറ്റ് അറ്റ് ദ പ്ലേസ് ഓഫ് 100. നമ്മള് ഏതിലേക്കാണോ റൗണ്ട് ചെയ്യുന്നത് നോക്കുക. 1000ലേക്ക്. അപ്പോ തന്നിരിക്കുന്ന നമ്പറിൽ 1000ന്റെ തൊട്ടടുത്ത് വരുന്ന ഡിജിറ്റ് ഏതാ? 100 അല്ലേ? ആ 100ന്റെ പ്ലേസിൽ വരുന്ന ഡിജിറ്റ് ഏതാണ് നോക്കുക. Here it is 4. കഴിഞ്ഞ മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ തന്ന നോട്ട് ഒന്ന് എടുത്തു വെച്ചേ. അതിനകത്ത് 4 വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റൗണ്ട് ഡൗൺ ചെയ്യും. സ്മോളസ്റ്റ് നമ്പറിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും അല്ലേ? സ്മോളസ്റ്റ് നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോ here we have to round off 2403 to 2000. 2403ന്റെ അടുത്ത് വരുന്ന രണ്ട് നമ്പേഴ്സ് ഒന്ന് 2000ഉം ഒന്ന് 3000ഉം ആണ് അല്ലെ? 2000 സ്മോളർ നമ്പറും 3000 ഗ്രേറ്റർ നമ്പറും. At the place of 100 here comes 4. When 4 comes we have to round down. That means round off to the smallest number. So here we round off 2403 to 2000. Clear? മനസ്സിലായോ? ആ ടെക്സ്റ്റിൽ ഒന്ന് നോക്കി. 2403 എന്ന് പറയുന്ന നമ്പറിന്റെ 100ന്റെ പ്ലേസിൽ ഏതാ വരുന്നേ? 4 ആ വരുന്നേ. അപ്പൊ നമ്മൾ മുന്നേ എഴുതി വെച്ചത് പ്രകാരം 1 2 3 4 എന്ന് പറയുന്ന ഡിജിറ്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്മോളർ നമ്പറിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണം. സ്മോളർ നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാന്ന് വെച്ചാല് മുന്നേ വരുന്ന നമ്പർ. ഇനി 5 6 7 8 9 ഈ നമ്പേഴ്സാ വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഗ്രേറ്റർ നമ്പറിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും. Here comes 4 at the place of 100. So we have to round off to the smaller number. The smaller number is 2000. So the first number 2403 is round off to 2000. What about second number? 9567. 9567. Consider the digit at the place of 100. Here it is 5. When 5 comes, we have to round up to the next number. 5 വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? റൗണ്ട് അപ്പ് ചെയ്യും. അതായത് ഗ്രേറ്റർ നമ്പറിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും. എങ്ങനെ ഗ്രേറ്റർ നമ്പർ കണ്ടുപിടിക്കും? 9567 എന്ന് പറയുന്ന നമ്പറിന്റെ
മുന്നിലും പുറകിലുമായിട്ട് വരുന്ന 1000ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? 9000 ആൻഡ് 10,000 അല്ലേ? ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? Here 5 is at the place of 100, so we have to round off to the greater number. Then 9567 is round off to 10,000. ഈ നമ്പർ കഴിഞ്ഞിട്ട് വരുന്ന 10,000ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 10,000 ആണ് അല്ലേ? അല്ലേ? ഒരു നമ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ തൊട്ട് മുന്നേ വരുന്ന 1000 ഏതാ, തൊട്ട് ശേഷം വരുന്ന 1000 ഏതാ, നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. 6ാം ക്ലാസ്സിലെത്തിയില്ലേ? അതൊക്കെ മനസ്സിലാവാനായി. ഓക്കെ, ചെറിയ കുട്ടികളാണെങ്കിലൊക്കെ നമ്പർ ലൈൻ വെച്ചൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് നമ്പേഴ്സ് ഏകദേശം crore, 1 crore, 10 crore വരെയുള്ള നമ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ ഏകദേശം മനസ്സിലാവാനായി. സോ ഒരു നമ്പർ കണ്ടാൽ അതിന്റെ തൊട്ട് മുന്നേ വരുന്ന 1000ഉം ശേഷം വരുന്ന 1000 നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അല്ലേ? അപ്പൊ ഇവിടെ 9567 എന്ന് പറയുന്ന നമ്മൾ ഏതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും? 10,000ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ലല്ലോ, എക്സസൈസ് 1D ചെയ്തില്ലല്ലോ. ബാക്കി ആദ്യത്തെ 2 അല്ലേ ഹോംവർക്ക് ആയിട്ട് ചെയ്തേ? ഓക്കെ, ആ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ അതേപോലെ ഒന്ന് ആൻസേഴ്സ് ഒന്ന് അവിടെ എഴുതി വെച്ചേ പെട്ടെന്ന് ഇപ്പൊ തന്നെ. നിയറസ്റ്റ് 1000ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അതില് ഏതൊക്കെ നമ്പറിലേക്കാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നത് ടെക്സ്റ്റിൽ തന്നെ ഒന്ന് പെട്ടെന്ന് ഹോംവർക്ക് എഴുതിയ പോലെ തന്നെ ഈ ക്വസ്റ്റ്യന്റെ ആൻസറും കൂടി ഒന്ന് എഴുതി വെച്ചേ റൈറ്റ് നൗ, ഇപ്പൊ തന്നെ. ടെക്സ്റ്റിൽ തന്നെ എഴുതിയാൽ മതി, നോട്ടിൽ എഴുതണ്ട. പന്ത്രണ്ട് നമ്പേഴ്സ് ഉണ്ട് ഇവിടെ. അത് നിയറസ്റ്റ് 1000ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. ഏത് 1000ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യേണ്ടതെന്ന് മാത്രം എഴുതിയാൽ മതി. ശ്രീ വിഷ്ണു പേജ് നമ്പർ 18 ഹോംവർക്ക് ചെയ്ത 2 ക്വസ്റ്റ്യന് താഴെയുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആ ടെക്സ്റ്റ് തന്നെ എഴുതിക്കും. എഴുതി കഴിഞ്ഞോ? Nirmal, Heaven, Nijab, turn on your video. കഴിഞ്ഞോ? Okay, just as finish. Nirmal എന്താ പറയാൻ? മിസ്സേ വീഡിയോ ഓൺ ആക്കുമ്പോ കേൾക്കുന്നില്ല. ക്ലിയർ കുറവാണോ? ഓക്കെ, എന്നാ ഓഫ് ചെയ്തോ. ബാക്കിയുള്ളവർ ആരും വീഡിയോ ഓഫ് ചെയ്യരുത്. ഇങ്ങനെ ഒരു എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് മാത്രം ഓഫ് ചെയ്യാം. ഓക്കെ,
Arjun, what are you doing there? Okay, haven't finished. Ashwin എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞോ? എന്താ ജസ്റ്റിസ്? മിസ് എക്സസൈസ് 1D രണ്ടാമത്തെ ക്വസ്റ്റ്യനില് രണ്ടാമത്തെ നമ്പർ 48 അത് മനസ്സിലായില്ല. 48 നിയറസ്റ്റ് 100ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 0 ചെയ്താൽ മതി. Okay, I'm going to read the answers. Check out the answers with your answer. First one, 1780 is round off to 2000. Second, 8543 is round off to 9000. Third one, 9731 is round off to 10,000. Fourth one, 9308 is round off to 9,000. Fifth one, 19,110 is round off to 19,000. Next, 30,085 is round off to 30,000. Is there any doubt in that number? 30,085? No. Okay. 54,169 is round off to 54,000. 74,493 is round off to 74,000. Next, 98,763 is round off to 99,000. 4,98,896 is round off to 4,99,000. 6,68,599 is round off to 6,69,000. Last one, 9,41,756 is round off to 9,42,000. എല്ലാം ശരിയാണോ? Okay. Then take the next page of your book. അതിനകത്ത് നിയറസ്റ്റ് 10,000 ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? നാലാമത്തെ. അത് ജസ്റ്റ് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ 1000ന്റെ ചെയ്തതുപോലെ തന്നെ 10,000ന്റെ ഒന്ന് ചെയ്ത് നോക്കാം. അതിൽ നമ്മൾ 10,000ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഏത് പ്ലേസിലെ ഡിജിറ്റ് കൺസിഡർ ചെയ്യണം? 1000ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് കൺസിഡർ ചെയ്യണം. എന്താ ജസ്റ്റിസ്? മിസ് എക്സസൈസ് 1D രണ്ടാമത്തെ ക്വസ്റ്റ്യനില് 11ാമത്തെ മനസ്സിലായി. 11ാമത്തെയോ? 7,809 അല്ലേ? അതില് 10ന്റെ പ്ലേസിൽ 0 അല്ല വരണേ. ആ 0 വരുന്ന ഞാൻ നിങ്ങളുടെ നോട്ടിൽ എഴുതി തന്നിട്ടില്ല തോന്നുന്നു അല്ലേ? 0 എന്ന് പറയുന്നത് 1ന്റെ തൊട്ട് മുന്നേ വരുന്ന നമ്പർ അല്ലേ? അല്ലെ? 0 1 2 3 4 5 6 അങ്ങനെയല്ലേ വരുന്നേ? അപ്പോ ആ 1 2 3 4 എന്ന് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെ 0 വരുമ്പോഴും ചെയ്താൽ മതി. അതായത് റൗണ്ട് ഡൗൺ ചെയ്യാം. അതാണ് ഞാൻ ഇപ്പൊ ചോദിച്ചേ. ഈ തേർഡ് ക്വസ്റ്റ്യനില് ആറാമത്തെ 30,085 എന്ന് പറയുന്ന നമ്പർ കണ്ടോ? അവിടെ 100ന്റെ പ്ലേസിൽ 0 അല്ല വരണേ. 0 വരുമ്പോ നമ്മൾ റൗണ്ട് ഡൗൺ ചെയ്താൽ മതി. ആ എഴുതിയ നോട്ടില് 1 2 3 4 എഴുതിയതിന്റെ മുന്നേ 0യും കൂടി ആഡ് ചെയ്തു. നിങ്ങൾ നോട്ട് എഴുതി വെച്ചില്ലേ? റൗണ്ടിങ് ഓഫിന്റെ നോട്ട് എഴുതിയില്ലേ? ഷോർട്ട് നോട്ട് എഴുതിയില്ലേ? അതില് 1 2 3 4 എന്നുള്ളതിന്റെ മുന്നിൽ 0 എന്നും കൂടി ആഡ് ചെയ്യാം. സോറി, അത് ഞാൻ ജസ്റ്റ് വിട്ടുപോയതാണേ. അപ്പൊ അതും കൂടി ആഡ് ചെയ്ത് നോക്കാം. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഹോംവർക്ക് ആയിട്ടൊന്നും ചെയ്യണ്ട. അത് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ചെയ്താൽ മതി. പേജ് നമ്പർ 19ല് 4 നമ്പേഴ്സ് ഉണ്ട്.
നിയറസ്റ്റ് 10,000ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ. നിയറസ്റ്റ് 10,000ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് പ്ലേസിലെ ഡിജിറ്റ് കൺസിഡർ ചെയ്യണ്ടേ? അതിന് തൊട്ടടുത്ത പ്ലേസ് 1000. 1000ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് കൺസിഡർ ചെയ്യാം, എന്നിട്ട് റൗണ്ട് ഓഫ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, റൗണ്ട് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് ടു ദി നിയറസ്റ്റ് 100. കണ്ടോ, അതിനകത്ത് കുറെ മെഷർമെന്റ്സ് കൊടുത്തിട്ടാണല്ലേ നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഫസ്റ്റ് വൺ 157 മീറ്റർ. റൗണ്ട് ഓഫ് 157 മീറ്റർ ടു ദി നിയറസ്റ്റ് 100. അതായത് ഇപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് തൊട്ടടുത്തേക്കുള്ള ദൂരം നമ്മൾ അളന്ന് കണ്ടുപിടിക്കാതെ ഒരു എന്താ പറയാ ഒരു ഏകദേശ കണക്ക് പറയുന്നെന്ന് വിചാരിച്ചോ. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ വീടിന്റെ മുറ്റത്തേക്കുള്ള ദൂരം നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെന്റ് അറിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് പറയും? അബൌട്ട് 200 മീറ്റേഴ്സ് അല്ലെങ്കിൽ അബൌട്ട് 250 മീറ്റേഴ്സ്. പക്ഷെ അളന്ന് നോക്കുമ്പോ എന്ത് കിട്ടും നിങ്ങൾക്ക്? ഒന്നുകിൽ ആ 200 കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ 200 കുറവ് കിട്ടും അല്ലെ? അപ്പൊ നിങ്ങൾ ഏകദേശം ഒരു അളവ് പറയുന്നതിനാണ് നമ്മൾ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ ഈ തന്നിരിക്കുന്ന മെഷർമെന്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? നിയറസ്റ്റ് 100ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. നിയറസ്റ്റ് 100ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 10ന്റെ പ്ലേസിലെ ഡിജിറ്റ് ഏതാണെന്ന് നോക്കുക, അതിനനുസരിച്ച് റൗണ്ട് ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ റൗണ്ട് അപ്പ് ചെയ്യാം. ഫസ്റ്റ് ഏതാ വരുന്നത്? 157 മീറ്റർ. 157 മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും? 10ന്റെ പ്ലേസിൽ 5 വരുന്നു അല്ലെ? അപ്പൊ ഗ്രേറ്റർ നമ്പറിലേക്കല്ലേ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണ്ടേ? സോ ഇറ്റ് ഈസ് റൗണ്ട് ഓഫ് ടു 200 മീറ്റർ. 200 മീറ്റർ. ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ മുറ്റത്തിന്റെ നീളം നിങ്ങൾ അളന്നു നോക്കിയിട്ട് 157 മീറ്റർ നിങ്ങൾക്ക് കിട്ടി. അപ്പൊ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അബൌട്ട് 200 മീറ്റേഴ്സ് എന്നല്ലേ പറയാ? ആണോ? അതോ അബൌട്ട് 100 മീറ്റേഴ്സ് നോ? ഇപ്പൊ നിങ്ങൾ റൗണ്ടിങ് ഓഫ് പഠിച്ചു, എങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യണ്ടേന്നും പഠിച്ചു. അപ്പോ കറക്റ്റ് മെഷർമെന്റ് 157 മീറ്റർ ആണെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ അബൌട്ട് 100 എന്ന് പറയുന്നു, 200 എന്ന് പറയും? 200 എന്ന് പറയും. എന്തുകൊണ്ടാ? നിങ്ങൾ ഇപ്പൊ എസ്റ്റിമേഷൻ പഠിച്ചു അല്ലെ, റൗണ്ടിങ് ഓഫ് പഠിച്ചു. അതുകൊണ്ട് 157 നമ്മൾ ഏതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു? 200ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. നെക്സ്റ്റ് 489 കിലോഗ്രാം. 489 കിലോഗ്രാമിനെ നമുക്ക് ഏതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം? നിയറസ്റ്റ് 100ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. റൗണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ 10ന്റെ പ്ലേസിലെ ഡിജിറ്റ് ഏതാ? 8. സോ വി ഹാവ് ടു റൗണ്ട് അപ്പ്. ഗ്രേറ്റർ നമ്പറിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണം അല്ലെ? അപ്പൊ ഈ നമ്പർ കഴിഞ്ഞിട്ട് വരുന്ന 10ന്റെ മൾട്ടിപ്പിൾ ഇറ്റ് ഈസ് 500. സോ 489 kilogram is round off to 500 kilogram. Okay, then third one, rupees 567. Rupees 567. 567 നമ്മൾ ഏതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും? ഏതിലേക്ക് ചെയ്യും? ടു 600. 10ന്റെ പ്ലേസിൽ 6 വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? റൗണ്ട് അപ്പ് ചെയ്യും. അപ്പൊ ഏതാ റൗണ്ട് അപ്പ്? റൗണ്ട് ഓഫ് ടു 600. നെക്സ്റ്റ് 746 മീറ്റർ. 746 മീറ്ററിനെ നമ്മൾ ഏതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം? 10ന്റെ പ്ലേസിൽ 4 ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് സ്മോളർ നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും. ഇറ്റ് ഈസ് 700. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? 2-3 ക്ലാസ്സിലായിട്ട് എസ്റ്റിമേഷൻ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. കുഴപ്പമില്ലല്ലോ? ഓക്കെ. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ 878 കിലോമീറ്റർ. ഇവിടെ 10ന്റെ പ്ലേസിൽ 7 വരുന്നു. സോ വി ഹാവ് ടു റൗണ്ട് ഓഫ് ദിസ് ടു 900 കിലോമീറ്റർ. ഇതെല്ലാം നമ്മൾ നിയറസ്റ്റ് 100ലേക്ക് മൾട്ടിപ്പിൾ ചെയ്യുന്ന റൗണ്ട് ഓഫ് ചെയ്യുന്ന കേട്ടോ. നെക്സ്റ്റ് 6th one 925
milligram. 10 in the place 2 ആണ് വരുന്നത്, so round off to 900 milligram. Next, 1031 rupees 1031. Here 10 in the place 3 varno, so we have to round off these rupees into 1000 rupees. The next one, 8th one, 3756 kilometer. 10 in the place 5 varno, so we have to round up to 3800 kilometer. Next, 6976 rupees 6976. 10 in the place 7 വരുന്നു, so എന്ത് ചെയ്യണം? തൊട്ടടുത്ത് വരുന്ന 100ന്റെ മൾട്ടിപ്പിളിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണം. തൊട്ടടുത്ത് വരുന്ന 100ന്റെ മൾട്ടിപ്പിൾ ഇവിടെ എന്താ? ആരാ പറഞ്ഞു തരുന്നേ? ജസ്റ്റിസ് പറഞ്ഞു. എത്രയാ? 7000. Okay, 7000. The next one, 5497 liters. 10 in the place 9 ആണ് വരുന്നത്, so 5500. 5500 ലിറ്റേഴ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. Next, 9623 rupees. 9623 rupees. അതിനെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 10 ന്റെ പ്ലേസിൽ 2 വരുന്നു. 2 വരുന്നതുകൊണ്ട് 9600ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, 85940 rupees. 85940 നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 10 ന്റെ പ്ലേസിൽ 4 ആയതുകൊണ്ട് 85900ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ റൗണ്ടിങ് ഓഫ് എന്നുള്ള ആ ഒരു പ്രോസസ് മനസ്സിലായല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ജസ്റ്റിസ് ഡൗട്ട് ഒന്നുമില്ലല്ലോ? ജോയലിന് ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ജീവ ഡൗട്ട് ഉണ്ടോ? നിജാദ് ഓക്കെ. ജീവക്ക് എന്താ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അതിലേക്ക് ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, ഹെവനോ? ഓക്കെ. Then Aramal, what about you? Okay. Then Joanna? Doubt illalo? Okay. Sri Vishnu? All clear? Yes, okay. അപ്പൊ നമ്മൾ ഈ റൗണ്ടിങ് ഓഫ് ക്ലിയർ ആയിട്ട് മനസ്സിലായാലും മാത്രമേ നമുക്ക് എസ്റ്റിമേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കും വലിയ കുഴപ്പമില്ലാതെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എസ്റ്റിമേറ്റിംഗ് ദി സം ആൻഡ് ഡിഫറൻസ് എടുക്കാം. വലിയ പണിയൊന്നുമില്ല അത് ചെയ്യാൻ. തന്നിരിക്കുന്ന നമ്പേഴ്സിനെ ഏതിലേക്കാണോ റൗണ്ട് ഓഫ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 നമ്പേഴ്സിനെ റൗണ്ട് ഓഫ് ചെയ്യാം. ആ റൗണ്ട് ഓഫ് ചെയ്ത നമ്പർ നമ്മൾ ആഡ് ചെയ്യാം. അത് മാത്രമേ ചെയ്യാനുള്ളൂ. അതിനെയാണ് എസ്റ്റിമേറ്റിംഗ് എന്ന് പറയുന്നത്, എസ്റ്റിമേഷൻ. Okay.